നമ്മുടെ 5 കുളത്തിന് താഴെയാണ് ഇവിടെ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പൊ പുഷ്പാർച്ചന നടത്താൻ പോകുന്ന BJP. ഞാൻ ചോദിക്കുന്നത്, ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന്, ഗവർണർ പുഷ്പാർച്ചന നടത്തിയതിനും ചിത്രം വെച്ചതിനും എതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾ എന്തുകൊണ്ട് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഇവിടെ നടന്ന സമയത്ത് അതിനെ വിമർശിക്കാൻ മുന്നോട്ട് വന്നില്ല? നിങ്ങൾ അവരോട് ചോദിക്കണം. ഇത് എന്നോട് ചോദിക്കുന്നത് പോലെ അവരോട് ചോദിക്കണം. ഹമാസ് തീവ്രവാദി ശിവൻകുട്ടിയോട് ചോദിക്കണം. തൃത്താലയിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം വെച്ച് നടന്ന സമയത്ത്, എഴുന്നള്ളത്ത് നടന്ന സമയത്ത് ഈ ശിവൻകുട്ടി എവിടെ പോയി? MP രാജേഷ് എവിടെ പോയി? CPM-ന്റെ നേതാക്കൾ എവിടെ പോയി? CPI-യുടെ നേതാക്കൾ എവിടെ പോയി? അവർക്കാർക്കും അന്ന് വിമർശിക്കാനില്ല. അവർക്ക് അന്ന് അവരെ വിമർശിക്കാൻ തയ്യാറല്ല. അവരുടെ ഈ വിമർശനത്തിന് പിന്നുള്ള വികാരം എന്താണ് ഞങ്ങൾക്കറിയാം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടം മതമൗലികവാദികളുടെ വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടിട്ടുകൊണ്ടാണ് അവർ ഭാരതമാതാവിന്റെ ചിത്രത്തിലുള്ള പുഷ്പാർച്ചനയെ എല്ലാം വിമർശിക്കുന്നതെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇവിടുത്തെ ദേശീയ വികാരങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ദേശീയ പ്രതീകങ്ങളെയും ദേശീയ ചിഹ്നങ്ങളെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയ നിങ്ങളുടെ അവസ്ഥ നിങ്ങളിന്ന് സ്വയം പരിശോധിച്ചു നോക്കണം. ഒരു കാലത്ത് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന നിങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങി മാറിയെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചരിത്രം, അതിന്റെ പിന്നിലുള്ള കാര്യം, നിങ്ങളുടെ ദേശീയതയെ അംഗീകരിക്കാൻ, ഇവിടുത്തെ ദേശീയ പ്രതീകങ്ങളെ അംഗീകരിക്കാൻ, ഇവിടുത്തെ ദേശീയ നേതാക്കളെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തതിന്റെ ഫലമായിട്ടാണ്. സ്വാമി വിവേകാനന്ദൻ 1897 പറഞ്ഞു, അടുത്ത 50 വർഷക്കാലം നമ്മൾ ഈശ്വരനായിട്ട് ആരാധിക്കേണ്ടത് നമ്മുടെ ഭാരതമാതാവിനെയാണ്, നമ്മൾ പൂജിക്കേണ്ടത് ഭാരതമാതാവിനെയാണ്. 50 വർഷം കഴിയുന്ന സമയത്ത് 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് പ്രേരണയും ദേശീയ വികാരവും ഉണ്ടാക്കിയത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്.